ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചെത്തുമാങ്ങ ചമ്മന്തിയുടെ റെസിപ്പി കണ്ടാലോ. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെത്തുമാങ്ങ ചമ്മന്തിയുടെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം. അപ്പോൾ അത് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. പാൻ അടുപ്പത്തോട്ട് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു മുറി തേങ്ങ ചെറുതായിട്ട് കൊത്തിയെടുത്തത് ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് ഒരു പിടി ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ഇപ്പം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി വാടി വന്നു കഴിയുമ്പോൾ രണ്ടും ഒരു ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. അതിപ്പോൾ ഇതൊന്ന് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇത് നമുക്കിനൊന്ന് കോരിയെടുക്കാം. ഇനി ബാക്കി വന്ന വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കൊല്ലമുളകും ഒരു കഷ്ണം ഇഞ്ചിയും വേപ്പില അത്രയും കൂടി ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം നമ്മളിത് ഇതുപോലെ ചെത്തി വെച്ചേക്കണം മാങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 100 ഗ്രാമെങ്കിലും വേണം കേട്ടോ. 100-150 ഗ്രാം മാങ്ങ വേണം. അതുപോലെ ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇതെങ്കിലും നമ്മൾ ഒടിച്ചാൽ ഒടിയും. അപ്പോൾ ആദ്യം വറുത്തെടുത്തെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് കാട്ടിത്തരാം. അപ്പോൾ ഇതേ കണ്ടോ, ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ വറുത്ത് വച്ചേക്കണം മാങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് ഒടിയണ പരുവത്തിലാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതും ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഉപ്പ് മറന്നു പോകരുതിട്ട് എല്ലാവരും ഉപ്പിടാൻ. അപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മതി നമുക്ക് ഒരു പറ ചോറുണ്ണാൻ. ഇനി ചോറിന് ഒരു കറിയില്ലാന്ന് തോന്നിയാൽ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി വെക്കുക. പെട്ടെന്നൊന്നും കേടുവരൂല കേട്ടോ ഈ ചമ്മന്തി. കുറച്ച് ദിവസം അത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വയ്ക്കാതെ തന്നെ ഉപയോഗിക്കാം. നമ്മളിങ്ങനെ വറുത്തെടുത്തേക്കണ കാരണം പെട്ടെന്ന് കേടാവൂല. അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.